ഇസ്രായേൽ ഒറ്റപ്പെടുകയാണോ? കഴിഞ്ഞ ദിവസം UN ജനറൽ അസംബ്ലിയിൽ ഫ്രാൻസ് ഒരു പ്രമേയം അവതരിപ്പിച്ചു. പലസ്തീൻ രാഷ്ട്രത്തിന് വേണ്ടിയായിരുന്നു ഫ്രാൻസിൻ്റെ പ്രമേയം. 142 രാജ്യങ്ങളാണ് ഫ്രാൻസിൻ്റെ പ്രമേയത്തെ അനുകൂലിച്ചത്. US-ഉം ഇസ്രായേലും ഉൾപ്പെടെ വെറും 10 രാജ്യങ്ങൾ മാത്രമാണ് പ്രമേയത്തെ എതിർത്തത്. മാത്രമല്ല, ഇസ്രായേലിനെതിരായ തരംഗവും ലോകത്ത് ഉയർന്നു വരുന്നു. സൗഹൃദ രാജ്യങ്ങളായി നിൽക്കുന്നവർ പോലും പരസ്യമായി ഇസ്രായേലിനെ അനുകൂലിക്കാൻ മടിക്കുന്നു. അതിനിടെ ലോകത്ത് ഇസ്രായേൽ ഒറ്റപ്പെടൽ നേരിടുകയാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തുറന്നു സമ്മതിച്ചിരിക്കുകയാണ്. വരും വർഷങ്ങളിൽ കൂടുതൽ സ്വന്തം കാലിൽ നിൽക്കേണ്ടി വരുമെന്നും നെതന്യാഹു തിങ്കളാഴ്ച പറഞ്ഞു. ദി ടൈംസ് ഓഫ് ഇസ്രായേലാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഇസ്രായേലിനെതിരെ ആയുധ ഉപരോധങ്ങൾ ഉൾപ്പെടെ ഏർപ്പെടുത്താനുള്ള നീക്കവുമായി യൂറോപ്യൻ രാജ്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ഈ സാഹചര്യത്തിലാണ് നെതന്യാഹുവിൻ്റെ പ്രസ്താവന. ഇസ്രായേൽ ഒരുതരം ഒറ്റപ്പെടലിലാണെന്നാണ് നെതന്യാഹു പറഞ്ഞത്. ജെറുസലേമിൽ നടന്ന ധനകാര്യ മന്ത്രാലയത്തിലെ അക്കൗണ്ടൻറ്റ് ജനറലിൻ്റെ സമ്മേളനത്തിലായിരുന്നു നെതന്യാഹുവിൻ്റെ ഈ തുറന്നു പറച്ചിൽ. വിദേശ വ്യാപാരത്തെ ആശ്രയിക്കാതെ സ്വയം പര്യാപ്തമായൊരു സമ്പദ് വ്യവസ്ഥ വളർത്തിയെടുക്കണമെന്നും നെതന്യാഹു പറഞ്ഞു. ഖത്തർ ആക്രമണം ഇസ്രായേലിന് തിരിച്ചടിയാകുകയാണ്. US ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളിൽ നിന്നടക്കം രൂക്ഷ വിമർശനം നേരിടുകയാണ് നെതന്യാഹു. ഇസ്രായേൽ ഒറ്റപ്പെട്ടെന്ന നെതന്യാഹുവിൻ്റെ പരാമർശത്തെ ഇസ്രായേൽ പ്രതിപക്ഷ നേതാവ് യയർ ലാപിഡ് രൂക്ഷമായി വിമർശിച്ചു. നെതന്യാഹുവിൻ്റെ പ്രസ്താവന യാഥാർത്ഥ്യ ബോധമില്ലാത്തതാണ്. നെതന്യാഹുവിൻ്റെയും അദ്ദേഹത്തിൻ്റെ സർക്കാരിൻ്റെയും തെറ്റായ നയങ്ങളുടെ ഫലമായാണ് ഇസ്രായേൽ ഒറ്റപ്പെട്ടത്. ഇസ്രായേലിനെ ഒരു മൂന്നാം ലോക രാഷ്ട്രമാക്കി മാറ്റാനാണ് നെതന്യാഹു ശ്രമിക്കുന്നതെന്നും ലാപിഡ് കുറ്റപ്പെടുത്തി. പ്രമുഖ മാധ്യമമായ ആക്സിയോസ് ഒരു എക്സ്ക്ലൂസീവ് റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. 7 ഇസ്രായേൽ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചാണ് ആക്സിയോസിൻ്റെ റിപ്പോർട്ട്. ദോഹയിലെ ഹമാസ് നേതാക്കളെ ആക്രമിക്കുന്നതിനു മുമ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു US പ്രസിഡന്റ് ട്രംപിനെ വിവരം അറിയിച്ചിരുന്നതായി റിപ്പോർട്ട് പറയുന്നു. ആക്രമണം നടത്തുന്നതിന് 10 മിനിറ്റ് മുമ്പ് ഇസ്രായേൽ ട്രംപിന് വിവരം അറിയിച്ചതായാണ് ഇസ്രായേലിലെ ഉന്നത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുള്ള ആക്സിയോസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ച മിസൈലുകൾ വിക്ഷേപിക്കുന്നതിന് മുമ്പ് തന്നെ വൈറ്റ് ഹൗസ് ആക്രമണത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നുവെന്ന് 7 ഇസ്രായേൽ ഉദ്യോഗസ്ഥർ ആക്സിയോസിനോട് പറഞ്ഞു. ആക്രമണത്തിന് ശേഷം ദോഹ ആക്രമണത്തെക്കുറിച്ച് US-ന് കൃത്യമായ മുന്നറിയിപ്പ് നൽകിയില്ലെന്നും ഖത്തറിന് മുന്നറിയിപ്പ് നൽകാൻ ശ്രമിച്ചെങ്കിലും അപ്പോഴേക്കും സമയം അതിക്രമിച്ചിരുന്നു എന്നുമാണ് ട്രംപ് പറഞ്ഞത്. സംഭവത്തെക്കുറിച്ച് വളരെ അസന്തുഷ്ടനാണെന്നും ട്രംപ് ഞായറാഴ്ച മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഖത്തറുമായി ഇടപെടുന്നതിൽ ഇസ്രായേൽ ഏറെ ശ്രദ്ധിക്കണമെന്നും ഖത്തർ തങ്ങളുടെ വലിയ സഖ്യകക്ഷിയാണെന്നും ട്രംപ് പറഞ്ഞു. ആക്രമണം ഒഴിവാക്കാൻ ട്രംപിന് കഴിയുമായിരുന്നുവെന്നും ആക്രമണത്തിന് വളരെ നേരത്തെ തന്നെ ഇക്കാര്യം ഇസ്രായേൽ US-നെ അറിയിച്ചിരുന്നുവെന്നും ആക്സിയോസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. ഇതുമായി നേരിട്ട് ബന്ധമുള്ള 3 ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചാണ് ആക്സിയോസ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. US സമയം രാവിലെ 8 മണിയോടെ നെതന്യാഹു ട്രംപിനെ വിളിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു. തുടർന്ന് ദോഹയിലെ സ്ഫോടനങ്ങളെക്കുറിച്ചുള്ള ആദ്യ റിപ്പോർട്ടുകൾ ഏകദേശം 50 മിനിറ്റിന് ശേഷമാണ് വന്നതെന്നും ആക്സിയോസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു.